ഇറഗുലർ ഹാർട്ട് ബീറ്റ്, ബ്ലഡ് പ്രഷറിൽ അമിതമായിട്ടുള്ള വ്യതിയാനങ്ങള്, കാർഡിയൽ അറിത്മിയ എന്ന് പറയും. ഹാർട്ട് ബീറ്റിൽ എന്താ പറയാ, ഹാർട്ടിന് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഹാർട്ട് ബീറ്റ്, കാർഡിയൽ ഇറഗുലർ ഹാർട്ട് ബീറ്റ് എന്ന് പറയും. അതേപോലെ തന്നെ ഹാർട്ടിലേക്ക് വേണ്ടുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസ്. നമ്മളെ ഹാർട്ടും ബ്രെയിൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഇമ്പൾസിൽ വർക്ക് ചെയ്യുന്ന രണ്ട് ഓർഗനാണ്, ഇലക്ട്രിക്കൽ ഓർഗൻസ് ആണ്. അപ്പൊ നമ്മള് സ്വിച്ച് ഇട്ടാൽ എന്താ പറയാ, കറണ്ടിന്റെ സഹായത്തോട് കൊണ്ട് പ്രവർത്തിക്കുന്ന സാധനം. അപ്പൊ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കാം. ശരിയല്ല, നമ്മൾ വീട്ടിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവില്ല. ചിലപ്പോൾ ഇടിമിന്നലിൽ ടി വി അടിച്ചു പോകാറുണ്ട്, ഫ്രിഡ്ജ് അടിച്ചു പോകാറുണ്ടൊക്കെ പല ആൾക്കാർ പറയും, നമ്മൾ കേട്ടിട്ടില്ലേ? ശരിയല്ലേ? ചില ആൾക്കാർ വീട്ടിൽ ഫ്രിഡ്ജ് കത്തിപ്പോയി എന്നൊക്കെ പറയും, നമ്മൾ കേൾക്കാറുണ്ട്. കാരണം എന്താ? ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്. ഇതേ ഷോർട്ട് സർക്യൂട്ട് നമ്മുടെ ശരീരത്തിലുള്ള രണ്ട് ഓർഗനിന് മാത്രമേ സംഭവിക്കുള്ളൂ. ഒന്ന് ബ്രെയിൻ ആൻഡ് ഹാർട്ട്. ബ്രെയിനിൽ ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ സ്ട്രോക്ക് ഉണ്ടാവും. ഹാർട്ടിൽ ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചാൽ പെട്ടെന്ന് തന്നെ കാർഡിയക് അറസ്റ്റ് ഉണ്ടാവും. ടപ്പ് എന്ന് പറഞ്ഞ് കുഴഞ്ഞു വീണ് സ്പോട്ടിൽ മരണപ്പെടുന്നത് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഈ പറയുന്ന ഷോർട്ട് സർക്യൂട്ട് വരാതിരിക്കാൻ നമ്മൾ ശരീരത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് ഒമേഗ-3യോ കോയിൻസൈൽ ക്യൂട്ടറിനോ എല്ലാർദിനേനോ ഒന്നുമല്ല. ഇറ്റ്സ് നത്തിങ് ബട്ട് വൈറ്റമിൻ ഡി. അപ്പം ബ്ലഡ് പ്രഷർ, അമിതമായിട്ടുള്ള ബ്ലഡ് പ്രഷർ, അൺകൺട്രോൾഡ് ബ്ലഡ് പ്രഷർ, അൺകൺട്രോൾഡ് ആയിട്ടുള്ള കാർഡിയൽ അറിത്മിയ, ഒബേസിറ്റി, അമിത വണ്ണമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ കാർഡിയൽ അറിത്മിയ എന്തായിട്ടും ഉണ്ടാവും. കൂർക്കം വലിക്കുന്ന ആൾക്കാർക്ക് കാർഡിയൽ അറിത്മിയ ഉണ്ടാവും, ഹാർട്ടിൽ എൻലാർജ്മെന്റ് ഉണ്ടാവും, കാർഡിയക് ഹൈപ്പർട്രോഫി ഉണ്ടാവും. ഇതൊക്കെ പ്രശ്നത്തിൽ എത്താൻ ഇതിനൊക്കെ മെയിൻ ആയിട്ട് റീസൺ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ്. അപ്പം ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖത്തിന് വൈറ്റമിൻ ഡി വളരെ വളരെ ആവശ്യമാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ വെരി വെരി ഇമ്പോർട്ടന്റ്. എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത്? നമ്മളെ ശരീരത്തിന് കാത്തു സൂക്ഷിക്കുന്ന പ്രതിരോധ ഡിപ്പാർട്ട്മെന്റ് നമ്മളെ തന്നെ കയറി ആക്രമിക്കും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ എന്ന് പറയും, നീർക്കെട്ട്, ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സ് എന്നൊക്കെ പറയാറുണ്ട്. ഒരു ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ആണ് PCOD, ഒരു ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ആണ് ഹൈപ്പോതൈറോയിഡിസം, ഒരു ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ആണ് റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ആമവാദം, ഫൈബ്രോമയൽജിയ എന്ന് പറയും. ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ശരീരത്തിൽ വേദന അനുഭവപ്പെടുക, സന്ധികളിൽ 4-5 സന്ധികളിലൊക്കെ വേദന ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടുക. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയും. തലച്ചോറിലുള്ള ന്യൂറോൺ കോശങ്ങൾക്ക് ഉണ്ടാവുന്ന ഡീമൈലിനേഷൻ എന്ന് പറയും. ഡീമൈലിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് ഇൻസുലേഷൻ ഇല്ലേ, ഇൻസുലേഷൻ പല ആൾക്കാരും വയർ ജോയിന്റ് ചെയ്ത് ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് ഇലക്ട്രീഷ്യൻ ചുറ്റുന്നത് കാണാൻ പറ്റും. എന്തിനാ? ഷോക്ക് അടിക്കാതിരിക്കുക, തൊട്ടാലും ഷോക്ക് വരാം. ഇൻസുലേഷൻ വേണം. നമ്മളെ ന്യൂറോൺ സെൽസ് എല്ലാം ഇൻസുലേറ്റഡ് ആണ്. അപ്പൊ ഈ പറയുന്ന ഇമ്മ്യൂണിറ്റി, നമ്മളെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി ഇതിനെ തന്നെ കയറി ആക്രമിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഡീമൈലിനേഷൻ ഉണ്ടാവും. ഡീമൈലിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ മൈലിൻ ഷീത്ത് ഇൻസുലേഷൻ കവറേജ് പൊട്ടി വരും. ഇൻസുലേഷൻ കവറേജ് പൊട്ടി വന്നാലോ, ന്യൂറോൺ സെൽസ് എന്ന് പറഞ്ഞാൽ ന്യൂറോൺ സെൽസ് ആർ വയർഡ് ടുഗദർ ആൻഡ് ഫയർഡ് ടുഗദർ എന്ന് പറയും. ന്യൂറോൺ സെൽസ് കൂട്ടി വരുത്തിയാൽ 11 kV വയർ കൂട്ടി വരുത്തുന്നതിന്റെ എഫക്റ്റാ. അത്രയ്ക്ക് കറന്റ് അവിടെ പാസ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് നമ്മളെ ബ്രെയിൻ ഹെൽത്തിയാ. ശരിയല്ലേ? ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് നമ്മൾ സ്ട്രോക്ക് അടിച്ചിട്ടോ ഹെമറേജ് ആയിട്ടോ നമ്മൾ കുഴഞ്ഞു വീണ് മരണപ്പെടാത്തതിന്റെ കാരണം എന്താ? ഈ പറയുന്ന മൈലിനേഷൻ ഉള്ളത് കൊണ്ടാ. ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്ന അസുഖം നിങ്ങൾ കേട്ടോ? പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ മൊത്തം പ്രശ്നങ്ങളാണ്. ഏറ്റവും മോശപ്പെട്ട ഓട്ടോമ്യൂൺ ഡിസോർഡറിൽ ഒന്നാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏറ്റവും മോശപ്പെട്ട ഒരു എന്താ പറയാ ഓട്ടോമ്യൂൺ ഡിസോർഡർ ആണ് തൈറോയിഡ്. വെരി വെരി കോമൺ ആയിട്ട് ഇന്ന് കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ്. ഇച്ചിരി തൈറോയ്ഡ് കൂടുതലാണ് സാറേ, ഇച്ചിരി കൂടുതലാണെന്ന് പല ആൾക്കാരും പറയാറുണ്ട്. ഇച്ചിരി കൂടുതലായാലും കൂടുതൽ തന്നെയാണ്. ഇച്ചിരി കൂടുതൽ രാത്രി കൂടുതലൊന്നും പ്രശ്നമല്ല, എല്ലാവരും ഒരേപോലെ തന്നെയാണ്. ശരിയല്ലേ? കാരണം എന്താ? ഈ തൈറോയിഡിന്റെ മെയിൻ വില്ലൻ ആരാന്നറിയോ? ഏത് ഫുഡാ തൈറോയിഡിന്റെ മെയിൻ വില്ലൻ എന്നറിയോ? മെയിൻ വില്ലൻ ഏതാ? ഗ്ലൂട്ടൻ. ഗ്ലൂട്ടൻ തൊടാനേ പാടില്ല. ഈ ഗ്ലൂട്ടൻ ആണ് നമ്മളെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിന്റെ നമ്പർ 1 റീസൺ. ബിസ്ക്കറ്റ്സിലും കേക്സിലും ചപ്പാത്തിയിലും ഗോതമ്പിലും ഈ പാക്ക്ഡ് ഫുഡിലും സ്റ്റോർഡ് ഫുഡിലും പ്രോസസ്ഡ് ഫുഡിലും ഈ പറയുന്ന കുബൂസും ചിക്കൻ പൊരിച്ചതും മറ്റേതും മറിച്ചതും എല്ലാം, ഈവൻ ബിസ്ക്കറ്റ്, എല്ലാ സംഗതികളിലും കേക്സിലും ഒക്കെ ഇഷ്ടം പോലെ ഗ്ലൂട്ടൻ അടങ്ങിയെത്തും. ഈ ഗ്ലൂട്ടൻ ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല. ഗ്ലൂട്ടൻ നമ്മളെ ഈ ഇമ്മ്യൂണിറ്റിനെ തകർത്ത് കളയും. ഈ ഗ്ലൂട്ടൻ ചില സിഗ്നൽസ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ തൈറോയിഡ് എന്ന് പറയുന്നത് ഒരു സെൻസറി ഓർഗൻസ് ആണ്. നമ്മൾ ഓർഗൻസ് എല്ലാം വർക്ക് ചെയ്യുന്നത് നമ്മൾ ഹോർമോൺ കൊടുക്കുന്ന സിഗ്നൽ അനുസരിച്ചിട്ടാണ്. മൊബൈലിലെ റേഞ്ച് മാതിരിയാണ്. ഈ പറയുന്ന എല്ലാ സിഗ്നൽസ് കൊടുക്കുന്ന സമയത്ത് ഈ സിഗ്നലിനെ കയറി ക്യാച്ച് ചെയ്യാൻ ആർക്ക് പവർ ഉണ്ട്? ഈ ഗ്ലൂട്ടൻ ഈ സിഗ്നലിനെ കയറി ഹാക്ക് ചെയ്യുക എന്നൊക്കെ പറയില്ലേ? പല ആൾക്കാരുടെ ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് സുപ്രഭാതത്തിലോ അയ്യോ പൈസയൊക്കെ എവിടെ പോയി എന്ന് പറയുന്ന വെക്കാറുണ്ട്. ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യാറുണ്ട്,
വാട്സപ്പ് ഹാക്ക് ചെയ്യാറുണ്ട്, അക്കൗണ്ട് ഹാക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ശരീരത്തിന് ഹൈജാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ഗ്ലൂട്ടൻ്റെ ഉണ്ട്. സ്ഥിരമായിട്ട് നിങ്ങൾ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഗ്ലൂട്ടനെ നിങ്ങളെ ബോഡീനെ ഹൈജാക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, വൈറ്റമിൻ ഡിയുടെ ഏറ്റവും വലിയ സവിശേഷത ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിനെ തടയാനുള്ള കപ്പാസിറ്റി വൈറ്റമിൻ ഡിക്കുണ്ട്. ആൻഡ് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റ് മനസ്സിലാക്കേണ്ടത്, വൈറ്റമിൻ ഡി ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടും, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കും, ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയുന്ന അവസ്ഥ ഇല്ലാതെയാക്കും. ആൻഡ് ദെയർബൈ യു ക്യാൻ കൺട്രോൾ യുവർ ബോഡി വെയിറ്റ്. വണ്ണം കുറയ്ക്കുക എന്നുള്ളതല്ല, നമ്മള് വണ്ണം കുറയ്ക്കുക എന്ന് പറഞ്ഞ രണ്ട് മീനിങ് ഉണ്ടാവണം. വെയിറ്റ് ലോസിന് വൈറ്റമിൻ ഡി നല്ലതാണ്, പക്ഷെ വെയിറ്റ് ലോസ് ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഫാറ്റ് ലോസ് ആണോ ആഗ്രഹിക്കുന്നത്? വെയിറ്റ് ലോസും ഫാറ്റ് ലോസും വ്യത്യാസമുണ്ട് കേട്ടോ. വെയിറ്റ് കുറയ്ക്കുകയല്ല നമ്മൾ വേണ്ടത്. അമിത വണ്ണമുള്ള ആൾക്കാർ വെയിറ്റ് അല്ല കുറയ്ക്കേണ്ടത്, ഫാറ്റ് ആണ് കുറയ്ക്കേണ്ടത്. അപ്പൊ ഈ ഫാറ്റ് കുറയ്ക്കാൻ എങ്ങനെയാണ് വൈറ്റമിൻ ഡി സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 80% ഫാറ്റ് ഡെപ്പോസിറ്റ് വരാനുള്ള കാരണം ഹൈപ്പർ ഇൻസുലിനീമിയാണ്. നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തതിന്റെ പ്രശ്നമാണ്. അപ്പം ഈ പറയുന്ന വൈറ്റമിൻ ഡി എന്താ ചെയ്യുന്ന വെച്ചാൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി നന്നായിട്ട് കൂട്ടും. അപ്പം ഇൻസുലിൻ നന്നായിട്ട് പ്രവർത്തിപ്പിക്കും. അമിതമായിട്ട് ഇൻസുലിൻ ഡെപ്പോസിറ്റ്സ് ബോഡിയിൽ ഉണ്ടാവില്ല, ഉണ്ടാവുന്ന ഇൻസുലിൻ നന്നായിട്ട് പ്രവർത്തിക്കും. ഇൻസുലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ഫാറ്റാണ്. അപ്പൊ ഇൻസുലിൻ അറിഞ്ഞു കൂടിയിട്ടില്ല എങ്കിൽ ബോഡി ഫാറ്റും ഓട്ടോമാറ്റിക് ആയിട്ടും കുറഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും. ഇതാണ് ഇതിന്റെ ബാക്കിലുള്ള സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, then vitamin D is very good for controls depression. പ്രത്യേകിച്ചും ഷിസോഫേണിയ, ബൈപോളർ സിൻഡ്രോം പോലത്തെ സൈക്കാട്രിക് ട്രബിൾസിനൊക്കെ വൈറ്റമിൻ ഡി വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ട് റിസൾട്ട്സ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള ലേഡീസ്, മുലയൂട്ടുന്ന അമ്മമാര് നിർബന്ധമായിട്ടും വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ചെയ്തിരിക്കണം. ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ, ശരാശരി ഒരു 30-40 ഉള്ള ആൾക്കാർ തന്നെ ഇന്ന് 70% വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. ദേ ആർ സീരിയസ്ലി റണ്ണിങ് ഷോർട്ടേജ് ഓഫ് വൈറ്റമിൻ ഡി. ഓക്കെ, ദെൻ മസിൽസ്, മസ്കുലർ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വൈറ്റമിൻ ഡി നല്ല റിസൾട്ടാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾ മസിൽ എക്സ്പാൻഷൻസിനൊക്കെ സഹായിക്കാനായിട്ട് നിങ്ങൾക്ക് വൈറ്റമിൻ ഡി നന്നായിട്ട് സഹായിക്കുന്നുണ്ടാവും. ഓക്കെ, വൈറ്റമിൻ ഡി നമ്മളെ കോളജന്റെ കൂടെ അതേപോലെ തന്നെ പ്രോട്ടീന്റെ കൂടെയൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി കഴിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും. കുട്ടികൾക്ക് തീർച്ചയായിട്ടും, കുട്ടികൾക്ക് വളരെ ചെറിയ കുട്ടികളല്ല, ഒരു 4 വയസ്സ് 5 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി ഒരു ദിവസം ഒരു സ്പ്രേ വെച്ച് തന്നു കുഴപ്പമില്ല. അത്യാവശ്യം എന്താ പറയാ, ഹെൽത്തി ആയിട്ട് കാണപ്പെടുന്ന ഫിസിക്കൽ സ്ട്രക്ചറുള്ള കുട്ടികൾക്കൊക്കെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതേസമയം എന്താ പറയാ, നമ്മൾ ഇന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, പുറത്ത് പോയിട്ട് വെയിൽ കൊണ്ടും മഴയൊന്നും കൊണ്ട് കളിക്കുന്ന കുട്ടികളൊന്നും അല്ല. നമ്മളൊക്കെ കളിച്ചിരുന്ന കാലത്ത് നന്നായിട്ട് വെയിലും മഴയും ചെളിയും ചേറും ഒക്കെ കൊണ്ട് എന്താ പറയാ, വീട്ടിലൊക്കെ വരുന്ന സമയത്ത് ഷർട്ടൊക്കെ കണ്ടു കഴിഞ്ഞാല് അച്ഛനമ്മക്കൊക്കെ ബേജാറായിപ്പോ, കാരണം ഫുൾ ചെളിയായിരിക്കും. കാരണം അത്രയ്ക്ക് ഉരുണ്ട് മറിഞ്ഞ് ചരണ്ട് കളിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വന്ന് കയറുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അന്ന സമയത്തൊക്കെ നന്നായിട്ട് വെയിലൊക്കെ കൊണ്ടിരുന്നു. ആ കാലഘട്ടമൊന്നും ഇന്നത്തെ കുട്ടികൾക്കൊന്നും ടേസ്റ്റ് ചെയ്യുന്നില്ല. കാരണം വെയിൽ തീരെ കൊള്ളുന്നില്ല. വെയിൽ കൊള്ളരുത് എന്നാ പറയുന്നത്. അച്ഛനമ്മമാരെന്ന് പറയുന്ന മക്കളെ വെയിലൊന്നും കൊള്ളരുതോ, പനി വരും, മഴ ഒന്നും കൊള്ളരുതേ. വെയിലും മഴയൊക്കെ കൊള്ളണം. ഈ മിഞ്ഞാന്നൊക്കെ ഞാന് ഒരു 6 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ മഴ കൊണ്ടിരുന്നു. ബാക്കിൽ റൂമിലെത്തി 2 വൈറ്റമിൻ ഡിയുടെ സബ്ലിംഗ്വൽ സ്പ്രേ അടിച്ച് ഒരു മൂക്ക് ചീറ്റൽ പോലും ഇന്നലെ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് ഹൈ റേഞ്ചിലുണ്ടായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വൈറ്റമിൻ ഡി പക്ക ഇമ്മ്യൂണോ മോഡുലേറ്ററി ആണ്. ഫുഡ് അലർജി ഉള്ള ആൾക്കാർ, എന്തെങ്കിലും തരത്തിലുള്ള ഫുഡ് അലർജി ഉള്ള ആൾക്കാർ, അവർക്ക് വൈറ്റമിൻ ഡി വളരെ ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ ഈ വെള്ളപ്പോക്ക്, വൈറ്റ് ഡിസ്ചാർജ്, ലേഡീസിന് ഈ വൈറ്റ് ഡിസ്ചാർജ് ഉള്ള ആൾക്കാർക്കൊക്കെ വൈറ്റമിൻ ഡി ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഹൈപ്പോ തൈറോയിഡിസം ഉള്ള വ്യക്തികൾ നിർബന്ധമായിട്ടും വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ചെയ്യണം. നിങ്ങൾ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്ന ഫാമിലീസ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബോത്ത് മസ്റ്റ് ടേക്ക് വൈറ്റമിൻ ഡി. അതേപോലെ തന്നെ മൂഡ് ഇംബാലൻസിൽ വേരിയേഷൻ ഉള്ള ആൾക്കാർ, വൈറ്റമിൻ ഡിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഹോർമോൺസിനൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് പവർ വൈറ്റമിൻ ഡിക്ക് ഉണ്ട്. ഓക്കെ, അപ്പം ഈ പറയുന്ന ഹോർമോണിൽ എന്തെങ്കിലും ഇംബാലൻസ് നമ്മൾ ശരീരത്തിൽ അറിഞ്ഞോ അറിയാതെയോ നേരിടുന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ കോമ്പൻസേറ്റ് ചെയ്തെടുക്കാനായിട്ട് വൈറ്റമിൻ ഡിനെ കൊണ്ട് സാധിക്കും.
ഉറക്കക്കുറവ് നേരിടുന്ന ആൾക്കാർ, രാത്രി നല്ല ഉറക്കക്കുറവ് നേരിടുന്ന ആൾക്കാർ എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ചെയ്യാം. വൈറ്റമിൻ ഡിയുടെ കൂടെ നമുക്ക് മെലറ്റോണിൻ സപ്ലിമെന്റ് ചെയ്യുന്നത് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നല്ല പ്ലസന്റ് സ്ലീപ്പിന് ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടും. And last but not the least, vitamin D is very very good for migraine. മൈഗ്രെയിൻ ഹെൽത്തിന്, മൈഗ്രെയിൻ ഡിസോർഡേഴ്സിന്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന മൈഗ്രെയിൻ, അതുപോലെ തന്നെ എപ്പിലെപ്റ്റിക് ഡിസോർഡേഴ്സിനൊക്കെ വൈറ്റമിൻ ഡി, അപസ്മാരത്തിനൊക്കെ വൈറ്റമിൻ ഡി നല്ല റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് വൈറ്റമിൻ ഡി. അതൊക്കെ വരുന്നത് വെച്ച് അപസ്മാരമൊക്കെ നമുക്ക് ഉള്ള ആൾക്കാർ രണ്ട് സ്പ്രേ രാവിലെയും 2 സ്പ്രേ വൈകുന്നേരം, കുറച്ച് ഓവർഡോസ് വൈറ്റമിൻ ഡി എടുക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ എപ്പിലെപ്റ്റിക് പേഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് വൈറ്റമിൻ ഡി. നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 10-12 സംഗതികൾ മാത്രമേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു വൈറ്റമിൻ B12. B12 ഇസ് എ ലൈവ് വയർ എന്ന് പറയും. ലൈവ് വയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ക്രിക്കറ്റിൽ പറയും ഈസ് എ ലൈവ് വയർ ഇൻ ദ ഫീൽഡ്. ഇപ്പൊ രവീന്ദ്ര ജഡേജന്റെ കയ്യിൽ ബോൾ അടിച്ചാൽ ബാറ്റ്സ്മാൻ ഒന്ന് ആലോചിക്കും സിംഗിൾ എടുക്കണോ ഡബിൾ എടുക്കണോ എന്നുള്ളത്. കാരണം എന്താ? അവൻ എവിടെയാണെങ്കിലും ഫീൽഡിൽ ലൈവ് വയർ ആണ്. പഴയ ജോൺ ടി റോഡ്സ് ആണ് ഇപ്പോഴത്തെ രവീന്ദ്ര ജഡേജ എന്ന് പറയുന്നത്. അല്ല, ശരിയല്ലേ? അപ്പൊ അതേപോലെ നമ്മുടെ ശരീരത്തിന് ലൈവ് വയർ ആയിട്ട്, എപ്പോഴും ശരീരത്തിന് ലൈവായിട്ട് ആക്റ്റീവായിട്ട്, എന്താ പറയാ, എനർജറ്റിക് ആയിട്ട് നമ്മളെ നിർത്താൻ സഹായിക്കുന്ന ഒരു പോഷകമാണ് ഏത്? വൈറ്റമിൻ B12. പല ആൾക്കാരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തൊരു പ്രൊഡക്റ്റ് ആണ്. ഐ എം വെരി സോറി മൈ ഡിയർ ഫ്രണ്ട്, ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല ഈ ഒരു പ്രൊഡക്റ്റ്. വൈ? ബിക്കോസ് നിങ്ങൾക്ക് 24 hours ലൈവറായിട്ട് നിൽക്കണം. വൈറ്റമിൻ B12 നിങ്ങളെ സഹായിക്കും. കാരണം എന്താ? RBCയുടെ കലവറയാണ് വൈറ്റമിൻ B12. വൈറ്റമിൻ B12 ആണ് തീരുമാനിക്കുന്നത് റെഡ് ബ്ലഡ് കോർപ്പസൽസ്, ചുവന്ന രക്താണുക്കൾ എത്ര ഉണ്ടാവണം, എത്ര അളവിൽ ഉണ്ടാവണം, ഇത് എങ്ങനെ പ്രവർത്തിക്കണം, ഇത് ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടോ, ഇത് ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ. പല ആൾക്കാരും RBC ഉണ്ടാവും, RBC ഫോർമേഷൻ ഉണ്ടാവും, പക്ഷെ അത് ആക്റ്റീവായിട്ട് RBC വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കൂടെ നോക്കണം. അത് സെല്ലിന്റെ അകത്ത് നമ്മളിപ്പം സീറം മെഗ്നീഷ്യം ഒക്കെ പല ആൾക്കാരും ടെസ്റ്റ് ചെയ്ത്, ഞാനും സീറം മെഗ്നീഷ്യം എടുക്കുന്നില്ല, പക്ഷെ RBC മെഗ്നീഷ്യം എടുക്കണം എന്നാ പറയുന്നത്. RBC മെഗ്നീഷ്യം ഇന്ത്യയിൽ എവിടെയും ഇല്ല. ഞാൻ കുറെ അന്വേഷിച്ച് നോക്കി, ബാംഗ്ലൂരോ ഡൽഹിയോ ബോംബെ എവിടെയെങ്കിലൊക്കെ ഉണ്ടോ, അത് എവിടെയും ഇല്ലതാൻ. അപ്പം ഈ RBC മെഗ്നീഷ്യം, ഈ RBCനകത്ത് കുറെ ന്യൂട്രീഷൻ സംഗതി അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ RBC ആക്റ്റീവ് ആയിരിക്കണം. അതിന് ഏറ്റവും സഹായിക്കുന്ന ഒരു സാധനമാണ് വൈറ്റമിൻ B12. ഓക്കെ, അനീമിയ എന്ന് പറയും, വിളർച്ച. അനീമിയ എന്ന് കേട്ടാൽ നമ്മളെ മനസ്സിൽ ആദ്യം ഓർമ്മ വരും, നമ്മൾ എടുത്തു കൊടുക്കുന്ന പ്രൊഡക്റ്റ് പ്രോട്ടീൻ എടുക്കും, അയൺ ഫോളിക് എടുത്തു കൊടുക്കും. തീർച്ചയായിട്ടും ഈ പ്രോട്ടീൻ അയൺ ഫോളിക്കിന് മുന്നേ കൊടുക്കേണ്ട ഒരു സപ്ലിമെന്റ് ആണ് വൈറ്റമിൻ B12. വൈ? ബിക്കോസ് RBC ഫോർമേഷൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് വൈറ്റമിൻ B12 ആണ്. അതേപോലെ തന്നെ ബർത്ത് ഡെഫക്ട്സ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പ്രഗ്നൻസി ബർത്ത് ഡെഫക്ട്സിനൊക്കെ നമുക്ക് വൈറ്റമിൻ B12 വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ വൈറ്റമിൻ ഡിയുടെ ഏറ്റവും വലിയ ഗുണം ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള മാക്യുലർ ഡീജനറേഷൻ, AMD എന്ന് പറയും, ജനിതക വൈകല്യത്തിന്റെ അസുഖം, പേര് മറന്നു, ഓട്ടിസം പോലത്തെ പ്രശ്നങ്ങളിലൊക്കെ ഈ പറയുന്ന വൈറ്റമിൻ B12 വളരെ എഫക്റ്റീവ്. ഓട്ടിസത്തിനല്ല, കുട്ടികൾക്ക് ഓട്ടിസം വരാതിരിക്കാനായിട്ട് അമ്മമാര്, പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് നിർബന്ധമായിട്ട് വൈറ്റമിൻ B12 അറ്റ് ദ ടൈം ഓഫ് കൺസീവിങ് കഴിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, വൈറ്റമിൻ B12 ഏറ്റവും വലിയ സവിശേഷത ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷൻ, AMD എന്ന് പറയും. കണ്ണിലുള്ള മാക്യുലേന്റെ നടുവിൽ, നമ്മളെ കൃഷ്ണമണിന്റെ നടുവിൽ ഒരു ഷട്ടർ പോലത്തെ ഒരു സാധനം കാണാൻ പറ്റും. ആ സാധനത്തിൽ ഫ്രീ റാഡിക്കൽ സ്ട്രെസ് വന്നാല് തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ബ്ലൈൻഡ്നെസ്, കാഴ്ച ശക്തി വരെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതിന് വരാതിരിക്കാനാണ് നമുക്ക് AMDനെ തടയാനായിട്ടാണ് നമ്മൾ വൈറ്റമിൻ B12 വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാരണം സർക്കുലേഷൻ നന്നായിട്ട് എൻഹാൻസ് ചെയ്യുന്നുണ്ടാവും. വൈറ്റമിൻ B12ന്റെ ഏറ്റവും മെയിൻ ഗെയിം എന്ന് പറയുന്നത് ന്യൂറോൺ സെൽസിനാണ്. എന്താണ് ന്യൂറോൺ സെൽസ്? ന്യൂറോൺ സെൽസിന്റെ പ്രവർത്തനത്തെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കടന്നു പോകുന്നില്ല. അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് വലിയൊരു ടോപ്പിക്കാണ് ന്യൂറോൺ സെൽസിനെ കുറിച്ച്. നമുക്ക് ന്യൂറോൺ സെൽസിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ആക്സൻസ്, ഡെൻഡ്രൈറ്റ്സ് ആൻഡ് സിനാപ്സസ് എന്ന് പറയും. ആക്സൻസ് എന്ന് പറഞ്ഞാല് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്ന സാധനമാണ്. തലച്ചോറിലുള്ള ന്യൂറോൺ കോശങ്ങളില് ആക്സൻസ്, ഡെൻഡ്രൈറ്റ്സ് ആൻഡ് സിനാപ്സസ് എന്ന് പറയും. ആക്സൻസ് ആണ് ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിലീസ് ചെയ്യുന്നത്. പലതരത്തിലുള്ള എന്താ പറയാ, ബ്രെയിനിൽ നിന്നും ബാക്കിയുള്ള അവയവങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷൻ റിലീസ് ചെയ്യുന്നത് ആക്സൻസ് ആണ്. ഈ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഈ സിഗ്നലിനെ റിസീവ് ചെയ്യുന്നതാണ് ഡെൻഡ്രൈറ്റ്സ്. ഇതൊക്കെ ന്യൂറോൺ സെൽസിലുള്ളതാണ്. തലച്ചോറിൽ എത്ര ന്യൂറോൺ സെൽസ് ഉണ്ട്? കോടിക്കണക്കിന് ന്യൂറോൺ സെൽസ്. ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനമുണ്ട്. ഇതിനെയാണ് സിനാപ്സസ് എന്ന് പറയുന്നത്. അപ്പം ഈ ആക്സൺസും ഡെൻഡ്രൈറ്റ്സും സിഗ്നൽ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നുണ്ട്, മറ്റേ ന്യൂറോ ട്രാൻസ്മിറ്റർ റിസീവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിച്ചൊരു ബൈൻഡിങ് ഫാക്ടർ എന്ന് പറയുന്നതാണ് സിനാപ്സസ് എന്ന് പറയുന്നത്. ഈ സിനാപ്സസ് ശരിക്കും വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യൂല, മര്യാദയ്ക്ക് ഈ സാധനം റിസീവ് ചെയ്യൂല. ഈ സിനാപ്സസ് ശരിക്കും വർക്ക് ചെയ്യിക്കാൻ നമ്മളെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരേ ഒരു ന്യൂട്രിയന്റ് ആണ് വൈറ്റമിൻ B12. വേറെ ഒന്നുമില്ല, വേറെ ഒരു ന്യൂട്രീഷനെ കൊണ്ടും ഈ സാധനം എത്താൻ സാധിക്കും. ഈ തലച്ചോറിൽ എല്ലാ സാധനവും എത്തൂല്ല. നമ്മളെ ബ്രെയിനില് ബ്രെയിൻ ബ്ലഡ് ബാരിയർ എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. BBB എന്ന് പറയും, ബ്രെയിൻ ബ്ലഡ് ബാരിയർ. എല്ലാ ന്യൂട്രിയന്റും തലച്ചോറിലേക്ക് പെട്ടെന്ന് എത്തില്ല. ഇപ്പൊ ആസ്റ്റാക്സാന്തിൻ, ഈ കുർക്കുമിൻ, ഇതൊക്കെ ബ്രെയിൻ ബ്ലഡ് ബാരിയറിനെ പൊട്ടിക്കാൻ പവർ ഉള്ള സാധനമാണ്. അതേപോലെ വൈറ്റമിൻ B12, കോഎൻസൈം Q10, ഇതൊക്കെ BBBനെ പൊട്ടിക്കാൻ പവറുണ്ട്. അപ്പം ഈ BBBനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സിനാപ്സസ് നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ. സിനാപ്സസും ആക്സൺസും ഡെൻഡ്രൈറ്റ്സും നന്നായിട്ട് നല്ല ന്യൂറോൺ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നുണ്ടാവും. ബ്രെയിനിൽ നിന്നും മസിൽസിലേക്കും ഓർഗൻസിലേക്കൊക്കെ നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ പോയാലുള്ള സ്ഥിതി എന്താ? ഡെമെൻഷ്യയിലേക്ക് നമ്മൾ കിടക്കുന്നത് ഇറ്റ്സ് എ വെരി ബിഗ് ടോപ്പിക്. വി ഡോണ്ട് ഹാവ് ഇനഫ് ടൈം ടു കവർ ദറ്റ് ടോപ്പിക്. അത് നമുക്ക് വേറെ ദിവസം നമുക്ക് അൽഷൈമേഴ്സിന്റെയും പാർക്കിൻസൺസിന്റെ ഒക്കെ വേറൊരു ദിവസം നമുക്ക് സെഷൻസ് നമുക്ക് എടുക്കാൻ നോക്കാം. അതിന് ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകൾ വേറെ ഒരുപാടുണ്ട്. നമ്മളൊരു എന്താ പറയാ, ഒരു ഡിസീസ് ബേസ്ഡ് ആയിട്ടല്ല ചെയ്യുന്നത്, പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ B12നെ കുറിച്ച് മാത്രം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾ ഇൻ ഓളിനെ കുറിച്ച് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് എ വെരി ലോങ് ടൈം. നമുക്കൊരിക്കലും സമയത്തിന് തീർക്കാൻ സാധിക്കില്ല. ഓക്കെ, നിങ്ങൾ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തുകൊണ്ടിരുന്നാൽ പക്ഷെ ഞാൻ ചാറ്റ് ബോക്സ് നോക്കിപ്പോ നമ്മൾ സെഷൻസ് കട്ടായി പോകും. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്, ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകും. ആക്സൺസും ഡെൻഡ്രൈറ്റ്സും സിനാപ്സസും ശരിക്കും വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളെ ശരീരത്തിൽ ഓരോ ന്യൂറോ ചില തരത്തിലുള്ള നമ്മൾ ഓട്ടോണമസ് ന്യൂറോൺ സിസ്റ്റം എന്ന് പറയും. ഓട്ടോണമസ് ന്യൂറോൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹൈപ്പോ തലാമസ്, ഇതൊക്കെ മൂഡ്, ഇതൊക്കെ പറയുന്ന ഇമോഷൻസ്, ഹാപ്പിയർ, സാഡ്, ഇതൊക്കെ ഇമോഷൻസ് ഒരുപാട് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നമ്മൾക്ക് അനുഭവപ്പെടാറുണ്ട് അല്ലേ? ഇതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതൊക്കെ നമ്മളെ ബ്രെയിനുമായിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ പല ആൾക്കാരും പറയും ട്യൂബ്ലൈറ്റ് എന്ന് പറയും മെല്ലെ കത്തുള്ളൂ. പഴയ ട്യൂബ്ലൈറ്റിന്റെ സ്റ്റാർട്ടർ കത്തി, ട്യൂബ്ലൈറ്റ് കത്തുമ്പോൾ 2 മിനിറ്റ് എടുക്കും സമയം. അതേപോലെ തന്നെ പല ആൾക്കാർക്ക് പറഞ്ഞാൽ പെട്ടെന്ന് കത്തൂല. കാരണം എന്താ? ന്യൂറോ ട്രാൻസ്മിറ്റർ കപ്പാസിറ്റി ലേശം കുറവാണ്. അപ്പൊ B12 സപ്ലിമെന്റ് ശരിക്കും കഴിച്ചാൽ ന്യൂറോ ട്രാൻസ്മിറ്റർ നന്നായിട്ട് ഉണ്ടായിരിക്കും. അപ്പം നാഡീ ഞരമ്പ് പ്രവർത്തനം, കൈകാലുകളുടെ തരിപ്പ്, ഇതൊക്കെ ഉന്മേഷക്കുറവ്, എന്താ പറയാ, ശരീരം ഒരു സ്ഥലത്തിൽ കോണിപ്പോവാ, വാ കോണിപ്പോവാ, കൈകാല് കോണിപ്പോവാ, രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഒരു മോർണിംഗ് സിക്നസ്, ഇതിനെ എല്ലാത്തിനും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. വൈറ്റമിൻ B12 വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഒരു 5 കൊല്ലത്തിൽ കൂടുതൽ പ്രമേഹ രോഗിയാണ്, ഒരു 5 അല്ല ഒരു 8 കൊല്ലത്തിൽ 8 ഇയേഴ്സിൽ കൂടുതൽ നിങ്ങൾ ഒരു പ്രമേഹ രോഗിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വൈറ്റമിൻ B12 സപ്ലിമെന്റ് ചെയ്ത് തുടങ്ങണം. കാരണം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് വരാൻ സാധ്യത ഉണ്ട്. അത് വരാതിരിക്കാനാണ് നിങ്ങൾക്ക് വൈറ്റമിൻ B12 സപ്ലിമെന്റ് ചെയ്യാൻ പറയും. എനർജി ബൂസ്റ്റ് ആണ്. വൈറ്റമിൻ B12 ഈസ് എ സൂപ്പർ എനർജി ബൂസ്റ്റർ. അതേപോലെ തന്നെ വെജിറ്റേറിയൻസിന് വൈറ്റമിൻ B12 കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല കേട്ടോ. കാരണം എന്താ? വൈറ്റമിൻ B12 റെഡ് മീറ്റിൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ വളരെ കുറച്ച് എഗ് യോക്കിലുണ്ട്. എഗ് യോക്കിൽ വൈറ്റമിൻ D ആണ് കൂടുതലുള്ളത്. പക്ഷെ വൈറ്റമിൻ B12 ഏറ്റവും കൂടുതൽ കിട്ടുന്നത് 90% വൈറ്റമിൻ B12 കിട്ടുന്നത് റെഡ് മീറ്റിലാണ്. അപ്പൊ വെജിറ്റേറിയൻസ് നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർ തന്നെ പല ആൾക്കാരും റെഡ് മീറ്റ് കഴിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പൊ നോൺ വെജ് റെഡ് മീറ്റ് കഴിക്കാത്ത ആൾക്കാർ, ഞാൻ നോൺ വെജ് കഴിക്കാത്ത ആൾക്കാർ ഞാൻ പറയില്ല, റെഡ് മീറ്റ് തീരെ കഴിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും നിർബന്ധമായിട്ടും നിങ്ങളുടെ ശരീരത്തിന് വൈറ്റമിൻ B12 ഷോർട്ടേജ് ഉണ്ടാവും. പറയപ്പെടുന്ന 80% ആൾക്കാർ, 80% ആൾക്കാർ ഇന്ത്യയിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി അനുഭവപ്പെടുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. കാരണം എന്താ? റെഡ് മീറ്റ് പല ആൾക്കാരും പേടിച്ചിട്ട്, കൊളസ്ട്രോൾ പേടിച്ചിട്ട്, ഇൻഡൈജഷൻ പേടിച്ചിട്ട്, ഗ്ലൂട്ടനെ പേടിച്ചിട്ട്, ശരീരത്തിലുള്ള മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം പേടിച്ചിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് റെഡ് മീറ്റ് കഴിക്കാൻ എന്താ പറയാ താല്പര്യക്കുറവ് കാണിക്കുന്നത്. അവർക്കൊക്കെ നിർബന്ധമായിട്ട് വൈറ്റമിൻ B12 സപ്ലിമെന്റ് ചെയ്യും. മെറ്റബോളിക് വേസ്റ്റ് എന്ന് പറയും. നമ്മുടെ ശരീരത്തിൽ പല തരത്തിലുള്ള മെറ്റബോളിക് വേസ്റ്റ്, നമുക്ക് 2 മെറ്റബോളിക് വേസ്റ്റ് നമ്മളെ കാർഡിയക് അറസ്റ്റിനും സ്ട്രോക്കിനും കാരണക്കാരാണ്. ഒന്ന് ഹോമോസിസ്റ്റൈൻ എന്ന് പറയും.
കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹോമോസിസ്റ്റൈൻ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മെറ്റബോളിക് വേസ്റ്റ്, അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ് അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഒരു അമിനോ ആസിഡ് ആണ് ഹോമോസിസ്റ്റൈൻ എന്ന് പറയുന്നത്. ഇത് B12, B6 ആൻഡ് B9, വൈറ്റമിൻ B6, വൈറ്റമിൻ B9 ആൻഡ് വൈറ്റമിൻ B12. മെയിൻ ആയിട്ടും വൈറ്റമിൻ B12 നിങ്ങൾ സ്ഥിരമായിട്ട് സപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഹോമോസിസ്റ്റൈൻ ലെവൽ 30 ആൻഡ് അബോവ് എന്ന് വിചാരിക്കും, അത് ഒരു 15 താഴെയാണ് ഉണ്ടാവേണ്ടത്. ഹോമോസിസ്റ്റൈൻ ബ്ലോക്ക് എന്ന് പറയും, കൊളസ്ട്രോൾ ബ്ലോക്ക് പറയുന്നത് പോലെ തന്നെ ഹോമോസിസ്റ്റൈൻ ബ്ലോക്ക് ഉണ്ടാക്കും. കാൽഷ്യം ബ്ലോക്ക്, കൊളസ്ട്രോൾ ബ്ലോക്ക്, ഹോമോസിസ്റ്റൈൻ ബ്ലോക്ക്. ഇതിനേക്കാൾ ഉപരി വേറൊരു വില്ലൻ കിടക്കുന്നുണ്ട്. മെഡിക്കൽ സയൻസ് തീരെ എടുത്തു പറയാത്തൊരു സംഗതിയാണ്. ഏതാണെന്നറിയോ? 99% people are not at all aware about that block. ആ ടെസ്റ്റ് ഡോക്ടേഴ്സ് ആരും റെക്കമെൻഡ് ചെയ്യാൻ പറയലുമില്ല. APOB എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? APOB, എപ്പോലിപ്പോപ്രോട്ടീൻ B എന്ന് പറയും, കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് മെറ്റബോളിക് വേസ്റ്റ്. വളരെ മോശപ്പെട്ട ഒരു മെറ്റബോളിക് വേസ്റ്റ് ആണ് എന്ന് പറയപ്പെടുന്നത്. 70% എന്താ പറയുക, കാർഡിയാക് ബ്ലോക്കിന് കാരണക്കാരൻ APOBയും ഹോമോസിസ്റ്റൈനുമാണ്, അല്ലാതെ കൊളസ്ട്രോൾ അല്ല. കൊളസ്ട്രോൾ എന്ന് കേട്ടാൽ നെറ്റ് ചുളിക്കേണ്ട കാര്യമില്ല. ഇന്ന് കൊളസ്ട്രോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ട്രൈഗ്ലിസറൈഡിനെ മാത്രം പേടിച്ചാൽ മതി. LDL, HDL നല്ലത്. HDL ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് നല്ലത്. 50-ൽ കൂടുതലൊക്കെ HDL ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ല സൂചനയാണ്. ട്രൈഗ്ലിസറൈഡിനെ മാത്രം കുറേശ്ശെ പേടിച്ചാൽ മതി, അമിതമായിട്ട് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ പേടിക്കേണ്ട രണ്ട് സംഗതി ഇത് രണ്ടുമാണ്. ഏത്? APOB ബ്ലോക്കും LPA എന്ന് പറയും, ലിപ്പോപ്രോട്ടീൻ A എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? എനിക്കറിയില്ല, കേൾക്കാൻ സാധ്യത കുറവാ പല ആൾക്കാരും. ലിപ്പോപ്രോട്ടീൻ A ബ്ലോക്കും APOB ബ്ലോക്കും ഹോമോസിസ്റ്റൈൻ ബ്ലോക്കും. ഇത് മൂന്നുമാണ് 70% കാർഡിയാക് ബ്ലോക്കും കാരോട്ടിഡ് നെർവ്സിൽ ഉണ്ടാവുന്ന, നമ്മുടെ തലച്ചോറിലുള്ള രക്തക്കുഴലിൽ ഉണ്ടാവുന്ന ബ്ലോക്കിന് കാരണക്കാരൻ ഈ 3 ബ്ലോക്കും. അപ്പൊ ഈ 3 ബ്ലോക്കും മെറ്റബോളിക് വേസ്റ്റ് ആണ്. മെറ്റബോളിക് വേസ്റ്റ് APOB ബ്ലോക്ക്, ലിപ്പോപ്രോട്ടീൻ A, അതേപോലെ തന്നെ ഹോമോസിസ്റ്റൈൻ. ഇത് 3 നിങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ. നിർബന്ധമായിട്ടും നമ്മൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ APOB ചെക്ക് ചെയ്യണം. ഫാസ്റ്റിംഗ് APOB ചെക്ക് ചെയ്യണം. 450 രൂപയാണ് ഫാസ്റ്റിംഗ് APOBക്ക്. ഫാസ്റ്റിംഗ് LPA ചെക്ക് ചെയ്യണം, ലിപ്പോപ്രോട്ടീൻ A ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ ഹോമോസിസ്റ്റൈൻ, അത് ഫാസ്റ്റിംഗിൽ ചെക്ക് ചെയ്യണം നിർബന്ധമല്ല. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഹോമോസിസ്റ്റൈൻ ബ്ലോക്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത് 3 നിങ്ങൾ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണം. കാരണം ഇത് 3 മെറ്റബോളിക് വേസ്റ്റ് ആണ്. ഇത് 3 കൂടുതലാണ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വൈറ്റമിൻ B6ഉം B9ഉം B12 കുറച്ച് ഡോസ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ വിത്തിൻ 3 months ഇത് 3 കുറയ്ക്കാനായിട്ട് സാധിക്കും. പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഓക്കെ. അതേപോലെ തന്നെ പ്രമേഹത്തിന് അമിതമായിട്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാരെ, കുറെ കാലമായിട്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ വൈറ്റമിൻ B12 സപ്ലിമെന്റ് എടുത്തിരിക്കണം. എന്തെങ്കിലും തരത്തിൽ ഗ്യാസ്ട്രിക് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഗ്യാസ്ട്രിക് ഡിസോർഡേഴ്സ് വരുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും നിങ്ങൾ വൈറ്റമിൻ B12 സപ്ലിമെന്റ് ചെയ്തിരിക്കും. ഓൾ ഇൻ ഓൾ നിങ്ങളെ ശരീരത്തില് എന്താ പറയാ, നിങ്ങളെ മെറ്റബോളിക് വേസ്റ്റിനും മെറ്റബോളിക് വേസ്റ്റ് വരാതിരിക്കാനും, മെറ്റബോളിക് വേസ്റ്റ് എല്ലാവരുടെ ബോഡിയിലും ഉണ്ടാവട്ടെ. നിങ്ങളുടെ ബോഡിയിലൊക്കെ മെറ്റബോളിക് വേസ്റ്റ് ഉണ്ട്. ഒരു പരിധിവരെ നമുക്ക് മെറ്റബോളിക് വേസ്റ്റ് കളയാൻ നമ്മളെ സഹായിക്കുന്ന വ്യായാമം തന്നെയാണ്. പക്ഷെ ഇന്ന് പല ആൾക്കാർക്കൊന്ന് എന്താ പറയാ, ശരീരം അനങ്ങുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാട്ടോ, ഒന്നിലും ഷോർട്ട് കട്ട് ഇല്ല. ദർ ഈസ് നോ ഷോർട്ട് കട്ട് ഫോർ ഹെൽത്ത്. ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ എഫിക്കസി കൂട്ടാനായിട്ട് കുറച്ച് സമയം വ്യായാമത്തിന് വേണ്ടി മാറ്റി വെക്കുക. സാർ അതിന് മാത്രം ടൈമില്ല, സപ്ലിമെന്റ് സാർ എത്ര വേണമെങ്കിലും കഴിച്ചോളാൻ കഴിക്കാം എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഈ സപ്ലിമെന്റിന്റെ എഫിക്കസി കൂട്ടാൻ ഏറ്റവും നമ്മളെ സഹായിക്കുന്നത് ഫിസിക്കൽ ഹെൽത്ത് തന്നെയാണ്, യാതൊരു സംശയമില്ല. കുറച്ച് ഈ ജിമ്മിൽ പോയിട്ട് മരണപ്പെടുന്ന ആൾക്കാരെ കുറിച്ചൊന്നും നിങ്ങൾ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. വൈറ്റമിൻ ഡി നിങ്ങൾ സ്ഥിരമായിട്ട് സപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒമേഗ 3 നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോയാൽ ഒന്നും സംഭവിക്കില്ല. അത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സൂചനകൾ നിങ്ങളുടെ ശരീരത്തിൽ തരും. നിങ്ങളുടെ ശരീരം പെട്ടെന്ന് അങ്ങനെ ഒന്ന് തപ്പെന്ന് പറഞ്ഞാൽ സംഭവിക്കൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് സൂചനകൾ തരും. നിങ്ങൾക്ക് നിന്ന് ആലോചിച്ച് നോക്കിയാലോ, ഒന്ന് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആലോചിക്കാൻ പറ്റും. ഞാൻ തന്നെ ഇടയ്ക്ക് വൈഫിനെ വിളിച്ച് പറയും, ഈ നെഞ്ചത്തിന് ഒരു വേദനയൊക്കെ അനുഭവപ്പെട്ടു മോളെ, എന്തെങ്കിലും അറ്റാക്ക് ആയിരിക്കും. രാഗിന് വേറെ പണിയൊന്നുമില്ല എന്ന് ചിന്തിക്കും. ഓവറായിട്ട് നമ്മൾ ഹെൽത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്തൊക്കെ അത് നമ്മളൊന്ന് റീവൈൻഡ് ചെയ്ത് ചിന്തിക്കുന്നത് നല്ലതാ. ആർക്കും എപ്പോഴും എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണ്. അതിനൊക്കെ വൈറ്റമിൻ ഡി നോക്കിക്കോളൂ. സോ വൈറ്റമിൻ ഡി ആൻഡ് വൈറ്റമിൻ B12 നമ്മൾ കാതലായ 2 പടം എടുക്കാൻ തന്നെ കാരണം ഇത് രണ്ടും ലൈവ് വയർ ന്യൂട്രിയന്റ് ആണ്. ലൈവ് വയർ രവീന്ദ്ര ജഡേജനെ പോലെ, ജോൺ ടി റോഡ്സിന്റെ പോലെ കളിക്കുന്ന സമയത്ത് ഫീൽഡിൽ 50 ഓവർ കളിക്കുന്ന സമയത്ത് 50 ഓവറും ഇവരെ പ്രസൻസ് എതിർ ടീമുകൾ അറിയും. അതേപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെയും വൈറ്റമിൻ B12ന്റെയും പ്രസൻസ് നമ്മളെ എതിർ ടീമുകളായിട്ടുള്ള
ഈ പറയുന്ന സംഗതികളൊക്കെ അറിയുന്നുണ്ട്. ഇവന്മാര് രണ്ടും നമ്മളെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം നമ്മളെ എനർജിക്ക് ഒരു കുറവും ഉണ്ടാവില്ല, നമ്മൾ ഉന്മേഷത്തിന് യാതൊരു കുറവും ഉണ്ടാവില്ല, നമ്മുടെ എന്താ പറയാ ഹോർമോൺ സിസ്റ്റത്തിനും ഫ്ലക്ച്വേഷൻസിനും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓട്ടോമിൻ ഡിസോർഡർ തൊട് പോലും ഇല്ല, ഒരു ഓട്ടോമിൻ ഡിസോർഡർ പോലും തൊട്. പ്രത്യേകിച്ച് മെനോപോസ് സ്ത്രീകൾ ശ്രദ്ധിക്കുക, 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ ശ്രദ്ധിക്കുക. വൈറ്റമിൻ ഡി നിങ്ങളെ ശരീരത്തിന് ഭാഗമാക്കി മാറ്റണം. നിങ്ങൾ ഫ്ലാക്സ് ഓയിൽ കഴിക്കുന്ന അതേ ഇൻട്രസ്റ്റോട് കൂടെ നിങ്ങൾ വൈറ്റമിൻ ഡി സബ്ലിംഗ്വൽ സ്പ്രേ നിങ്ങൾ എടുത്തിരിക്കണം, നിർബന്ധമാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് സംഗതിയാണ് വൈറ്റമിൻ ഡി. അതുകൊണ്ട് നമുക്ക് മെലറ്റോണിൻ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്. എന്താണ് വൈറ്റമിൻ ഡിനെ കുറിച്ച് വൈറ്റമിൻ B12 കുറിച്ച് സംസാരിക്കാനുള്ള കാരണം വെച്ചത് രണ്ടും ലൈവ് വെയർ ന്യൂട്രിയന്റ് ആണ്. വൈറ്റമിൻ ഡി ഒരു ദിവസം ഒരു സ്പ്രേ വെച്ചിട്ടാണ് അടിക്കണം എന്ന് പറയുന്നത്. ഇൻസഫീഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാം. അപ്പൊ ഒരു 50 and above ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഒരു ദിവസം ഒന്നും മതി. ഒരു 40-30 ഒക്കെയാണ് വൈറ്റമിൻ ഡി എങ്കിൽ 2 സ്പ്രേ വെച്ച് അടിക്കുക. ബിലോ 20 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3 സ്പ്രേ വെച്ചിട്ട് ഒരു 40-50 എടുക്കുന്നത് വരെ എങ്കിലും ഒരു 3 സ്പ്രേ വെച്ച് അടിക്കുന്നത് നന്നായിരിക്കും. ഡിപ്പെൻസ് അപ്പോൺ ദ പേഴ്സൺ. നിങ്ങൾ വൈറ്റമിൻ ഡി പോയിട്ട് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങളെ ഡോസിൽ വേരിയേഷൻസ് ഉണ്ടാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങളൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡെയിലി 2 സ്പ്രേ വെച്ചിട്ട് അടിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുന്നത് നന്നായിരിക്കും. പിന്നെ മെനോപോസൽ സ്ത്രീകൾ നിർബന്ധമായിട്ടും വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ചെയ്യുക. കുട്ടികൾക്ക് വൈറ്റമിൻ ഡി കൊടുക്കുക. പിന്നെ ഈ പറയുന്ന ഊർജ്ജക്കുറവ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വൈറ്റമിൻ ഡി കൊടുക്കുക. പിന്നെ സന്ധികളിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വേദനകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ 2 വൈറ്റമിൻ ഡി സപ്ലിമെന്റ് കൊടുക്കുന്നത് നന്നായിരിക്കും.